ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അധിക സീറ്റ് ആവശ്യപ്പെടലും ഒടുവിൽ കോൺഗ്രസിനോട് വഴങ്ങിക്കൊടുക്കലും എന്ന ആചാരം ഇത്തവണയും പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 സീറ്റ് കിട്ടാതെ പിന്നോട്ടില്ല എന്ന കടുത്ത നിലപാടാണ് മുസ്ലിം ലീഗ് പുറത്തു പറഞ്ഞിരുന്നത് എങ്കിലും ഇന്ന് ചർച്ച പൂർത്തിയാകുമ്പോൾ 3 സീറ്റ് വേണ്ട, പകരം രാജ്യസഭാ സീറ്റ് ചർച്ചയിലേക്ക് കടക്കാം എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ലീഗ്. വളരെ പ്രസക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭയിൽ അംഗങ്ങൾ കുറവ് വന്നാലും വേണ്ടില്ല എന്ന സന്ധിയിലേക്ക് ലീഗ് എത്തിയത് എന്തുകൊണ്ടാണ്? എല്ലാ തവണയും ലീഗിനുള്ള നീതി ഇങ്ങനെ നിരന്തരം നീട്ടിവെക്കുന്നതിന് കോൺഗ്രസ് കണ്ടെത്തുന്ന ന്യായം എന്താണ്? 2019 കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവേണ്ടതുണ്ട്. അതുകൊണ്ട് ദേശീയ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ലീഗ് ഇപ്പോൾ സന്ധി ചെയ്യുന്നു എന്നാണ് അന്ന് ഹൈദരലി തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു പറഞ്ഞത്. ഇന്നും മാറിയിട്ടില്ലേ ആ സാഹചര്യം? കോൺഗ്രസിന് വലിയ കക്ഷിയാവേണ്ടതുകൊണ്ട്, കോൺഗ്രസിന് നിലനിൽക്കേണ്ടതുകൊണ്ട് നിരന്തരം ഇങ്ങനെ സന്ധി ചെയ്യാൻ, സ്വന്തം ശക്തിയെ കൂടി ദുർബലപ്പെടുത്തി നിലകൊള്ളാൻ ലീഗ് തയ്യാറാവുന്നതിൻ്റെ രാഷ്ട്രീയ യുക്തി എന്താണ്? പല ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ദിവസം UDF രാഷ്ട്രീയത്തിൽ നിന്ന്. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് നമ്മൾ. സന്ധിയാവുകയാണോ വീണ്ടും ലീഗ്? ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികനോടൊപ്പം ഉണ്ട്, അമീൻ ഹസൻ നിരീക്ഷകൻ, ലാൽ കുമാർ CPIM സഹയാത്രികൻ, ശ്യാനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീകുമാർ, ലീഗിന് ഇത്തവണയും മൂന്നാമതൊരു സീറ്റ് കൊടുക്കേണ്ട, എല്ലാ അർത്ഥത്തിലും അവർക്ക് അർഹമായ 3-ാം സീറ്റ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അവർക്കർഹതയുണ്ട് എന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തിയ സീറ്റ് അവർക്ക് കൊടുക്കാതിരിക്കാൻ കോൺഗ്രസ് കാണുന്ന ന്യായം എന്താണ്? നോക്കൂ നിഷാദ് റാവുത്തർ, നിങ്ങൾ ഈ സീറ്റ് എന്നല്ല പറയേണ്ടത്, MP സ്ഥാനം എന്ന് പറയണം. ഒരു MP സ്ഥാനം ലീഗ് കൂടുതൽ ആവശ്യപ്പെടുന്നു. ആ MP സ്ഥാനം കോൺഗ്രസ് രാജ്യസഭയിൽ നൽകാമെന്ന് പറയുന്നു. ലീഗ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്ത് 27-ാം തീയതി വിവരം നൽകാമെന്ന് പറയുന്നു. എല്ലാം ഭംഗിയായി അവസാനിച്ചു എന്ന് ലീഗ് പറയുന്നു. ഒരു പ്രശ്നവുമില്ല, നെഗറ്റീവ് ആയുള്ള ഒരു പ്രശ്നവുമില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. പക്ഷേ ഇപ്പോഴും CPM എന്താ പറയുന്നത്? KPCC വട്ടം കറക്കുന്നു ലീഗിനെ. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, CPMൻ്റെ ഒരു വൃത്തിയില്ലാത്ത രാഷ്ട്രീയമാണ് ഇന്ന് കൂമ്പടഞ്ഞു പോയത്. എന്താണ് രാഷ്ട്രീയം? കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, രാഹുൽ ഗാന്ധി MP ആയിട്ടുള്ള വയനാട് ഉൾപ്പെടുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ന്യൂനപക്ഷമായ മുസ്ലിം ലീഗിനെ സീറ്റ് നൽകാതെ ദ്രോഹിക്കുന്നു എന്ന് ദേശീയ തലത്തിൽ മാധ്യമ ചർച്ച കൊണ്ടുവരിക. അങ്ങനെ BJPക്ക് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ CPM ശ്രമിക്കുക. ഒരു സ്വാർത്ഥ താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ. എന്താണ് ആ സ്വാർത്ഥ താല്പര്യം? കേരളത്തിലെ CPMന് കിട്ടാവുന്ന 4-5 സീറ്റ്. ഇതാണ് അവരുടെ മുൻപ് ലീഗ് തന്നെയാണ് ഞങ്ങൾക്ക് 3 സീറ്റ് കിട്ടാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് കർശനമായ നിലപാട് സ്വീകരിക്കുന്നത്, അല്ലാതെ ലീഗിനെ കൊണ്ട് CPM ചോദിപ്പിക്കുകയല്ലോ. പിന്നെ ലീഗ് ചോദിക്കുന്നത് ലോക്സഭയിലെ 3-ാം സീറ്റാണ്, അല്ലാതെ ഞങ്ങൾക്ക് MP സ്ഥാനം വേണമെന്നല്ല. നിങ്ങളിപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്ത് അവരെ പരുവപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ ചോദിച്ചത് MP സ്ഥാനമാണെന്നൊരു പുതിയ വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടുന്നതും രാജ്യസഭയിൽ കിട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് രാഷ്ട്രീയമായി എന്ന് താങ്കൾക്കറിയാം. എന്നതുമാത്രമല്ല, രാജ്യസഭയിൽ ലീഗിന് 2 MP മാരുണ്ടായിരുന്നല്ലോ, പുതുതായി നിങ്ങൾ കൊടുക്കുന്ന ഔദാര്യവുമല്ലാതെ. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് ഈ നഷ്ടക്കളിയിലേക്ക് വീണ്ടും അവരെ തള്ളിയിടാൻ നിങ്ങൾ കാണുന്ന ന്യായം എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് ഇല്ലാത്ത ഒരു പരിഭ്രാന്തി എന്തിനാണ് നമുക്ക്? മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം, ET മുഹമ്മദ് ബഷീർ, MK മുനീർ, ഇങ്ങനെയാണല്ലോ ആ ലീഗ് നേതൃത്വത്തിലെ ഒരു സമവാക്യം. അവരെല്ലാവരും ഒരുമിച്ചാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് തൃപ്തിയായി, ചർച്ച വളരെ അനുകൂലമായിരുന്നു, ഞങ്ങളുടെ തീരുമാനം 27 പറയും. KPCC പ്രസിഡന്റ് തുറന്നു പറഞ്ഞു രാജ്യസഭാംഗത്വത്തെ നിസ്സാരമാക്കി കാണുന്നത് ലോക്സഭാംഗത്വമാണ് ലീഗ് ചോദിച്ചത്, അതുകൊണ്ട് ലോക്സഭാംഗം കൊടുക്കാതെ ലീഗിനെ ഒരു പരുവത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള CPMൻ്റെ ആ ഒരു സന്ദേശം, അത് ലീഗിന് 3-4 സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത് EP ജയരാജനാണോ? EP ജയരാജനും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് ആരാ? VD സതീശനും K മുരളീധരനും പോലുള്ള കോൺഗ്രസ് നേതാക്കളാണ് ലോക്സഭയിൽ മത്സരിക്കാൻ ആ പാർട്ടിക്ക് ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി അർഹതയുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ടെന്താ കൊടുക്കാത്തത്? അതിലെ ന്യായം. അപ്പുറത്ത് CPIക്ക് 4 സീറ്റുണ്ടല്ലോ. അല്ല, അതിപ്പോൾ അങ്ങനത്തെ താരതമ്യം വേണ്ട. ഇവിടെ നിങ്ങൾ തന്നെ പറയാണ് ഇവർക്ക് അർഹതപ്പെട്ടവരാണ്, പക്ഷെ കൊടുക്കില്ല. എന്താ? അതാ അറിയേണ്ട കാര്യം.
അല്ല, ഇത് സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗ് ഒരു എം പി സ്ഥാനം ചോദിക്കും. ആ എം പി സ്ഥാനം ചോദിക്കുമ്പോൾ അത് അർഹതപ്പെട്ടതാണെന്ന് ചോദിക്കാന്നുള്ള പ്രയോഗത്തിൽ ശരിയാവുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ മത്സരിക്കാൻ ജയിച്ചാൽ മാത്രമേ എം പി സ്ഥാനമാകൂ. സീറ്റാണ് അവർ ചോദിക്കുന്നത്, എം പി സ്ഥാനമല്ല. എം പി സ്ഥാനം ഇപ്പൊ കൊടുക്കാൻ കഴിയില്ല. ലോക്സഭയിൽ എങ്ങനെ എം പി സ്ഥാനം കൊടുക്കുക? മത്സരിച്ച് തോറ്റുപോയാൽ എന്ത് ചെയ്യും? അവർ സീറ്റ് ചോദിക്കുന്നു, നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പൊതു മധ്യത്തിൽ എല്ലാവരും കേൾക്ക പറയും. പക്ഷേ സീറ്റ് മത്സരിക്കാൻ കൊടുക്കില്ല. ഇനി നിങ്ങളുടെ നിഷാദ് റാവുത്തറുടെ ആ വാദം തന്നെ ഞാൻ അംഗീകരിക്കാം. സീറ്റ് ശരി. രാജ്യസഭയിൽ എന്താ സീറ്റല്ലേ? ലോക്സഭയിലത്തെ സീറ്റ് അത് ഉപരിസഭയാണ്. ഇത് അധോ സഭയാണ്. അപ്പോൾ ഉപരിസഭയിൽ ഒരു സീറ്റ് കിട്ടുന്നതും അധോ സഭയിൽ ഒരു സീറ്റ് കിട്ടുന്നതും അപ്പർ സഭയും ലോവർ സഭയും അത് രണ്ടും ഒരു സീറ്റാണ്. അതും എം പി, ഇതും എം പി, രണ്ടും മെമ്പർ ഓഫ് പാർലമെന്റ്. എന്താ വ്യത്യാസം? ഈ കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ അധികമായി റെപ്രസെന്റ് ചെയ്യുക, അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ, അവരുടെ പീപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? രാജ്യസഭയിൽ അങ്ങനെ ഇല്ല. അത് ജനായത്ത ക്രമത്തിനകത്ത്, കക്ഷി രാഷ്ട്രീയത്തിനകത്ത്, പ്രായോഗിക രാഷ്ട്രീയത്തിനകത്ത് ലോക്സഭാ മണ്ഡലത്തെ അധികമായി പ്രതിനിധീകരിക്കുക എന്നതിന് ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട്. നോക്കൂ, അവർക്ക് അതിനുള്ള അർഹതയുമുണ്ട്, അതിനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഉണ്ട്. പക്ഷെ നിങ്ങൾ കൊടുക്കില്ല. അവിടെ പ്രശ്നം കിടക്കുന്നത്. നിങ്ങൾ രാജ്യസഭയെ കൊടുക്കൂ. രാജ്യസഭ അവർക്ക് നേരത്തെ രണ്ടുണ്ടായിരുന്നു. ഇത് പുതിയ അധിക ഔദാര്യവുമല്ല. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ കക്ഷിയായ ലീഗ് അവർ പറയുന്നു ഞങ്ങൾ 3 സീറ്റ് എന്നേ ലീഗ് പറഞ്ഞിട്ടുള്ളൂ. 3 ലോക്സഭാ സീറ്റ് എന്ന് പറഞ്ഞോ? 3 ലോക്സഭാ സീറ്റ് കൂടി അല്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാത്ത സമയത്താണെങ്കിലും മുസ്ലിം ലീഗിന് ഇല്ലാത്ത വെപ്രാളം എന്തിനാണ് നിഷാദ് റാവുത്തർ താങ്കൾക്കുള്ളത്? നിങ്ങളോട് നിരന്തരം സന്ധിയാവും. അതിന്റെ നേതൃത്വത്തെ നിങ്ങൾക്ക് സന്ധിയിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ അണികൾ, അതിന്റെ സിമ്പതൈസേഴ്സ്, അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ അതിൽ തൃപ്തരായിട്ടുണ്ടോ എന്നത് അവർക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. നേതൃത്വത്തെ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സെറ്റിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവര് വിനീത വിധേയരായി നിങ്ങളോട് സെറ്റിലാവുകയാണ്. എന്തിനാണ് ഒരു അനീതി അവരെ നിർബന്ധിച്ചെടുപ്പിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് കൊടുക്കാമല്ലോ 3, എങ്കിൽ അവർ ഹാപ്പി ആയേനെ, അവരുടെ അണികൾ ഹാപ്പി ആയേനെ, അനുകൂലികൾ ഹാപ്പി ആയേനെ. പക്ഷെ നിങ്ങൾ കൊടുക്കില്ല. വൈ? അതാണ് ചോദ്യം. അതായത് ലീഗിന്റെ നേതാക്കൾ പത്രസമ്മേളനത്തിൽ ഇന്ന് ഞങ്ങൾ അനുകൂലമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാ അനുകൂലമല്ലെന്ന് പറയുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിൻ്റെ അണികൾ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അവർ ആജന്മ മാർക്സിസ്റ്റ് വിരുദ്ധരാണ്. അതാദ്യം മനസ്സിലാക്കുക. CPM കഴിഞ്ഞ കുറേ കാലമായിട്ട് ലീഗിനെ CPMൻ്റെ ഇടപെടലുകളും ചില സമീപനങ്ങളും എന്താണ്? ലീഗിനെ പ്രകോപിപ്പിക്കുക വെച്ചാൽ ലീഗ് പ്രകോപിക്കും എന്നല്ല എൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാ കണ്ടില്ലേ, കോൺഗ്രസ് ലീഗിനെ ഭരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞ എന്താ? KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ലീഗാണ്. ഇന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞ എന്താ? KPCC ലീഗിനെ വട്ടം കറക്കുന്നു. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ലീഗ് നേതാക്കൾക്കും അണികൾക്കും ശ്രീകുമാർ, സീറ്റ് ചോദിച്ചത് മുസ്ലിം ലീഗാണ്. ആ സീറ്റിന് വേണ്ടി ഞങ്ങൾ സമ്മർദ്ദത്തിലാണ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്, സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല. എൻ്റെ ചോദ്യം, അവർക്ക് സീറ്റിന് എല്ലാ അർഹതയുമുണ്ട് എന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന നിങ്ങളുടെ നേതാക്കൾ എന്തേ അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കാത്തത്? അതിന് നിങ്ങളുടെ ഉള്ളിലെ പ്രശ്നം എന്താണ്? സങ്കീർണത എന്താണ്? കാരണം എന്താണ്? അത് പറയാമോ? CPM അത് ഉപയോഗപ്പെടുത്തുന്നുള്ള വേറെ കാര്യമാണ്. ലീഗിന്റെ ആവശ്യത്തെ, ലീഗിന്റെ നീതിയെ നിങ്ങൾ നിരന്തരം നീട്ടിവെക്കുന്നത് എന്തിനാണ്? അല്ല, താങ്കളുടെ ചോദ്യം എന്ന് പറയുന്നത് നിരന്തരം ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് ലീഗിനൊരു മൂന്നാമതൊരു മണ്ഡലം കൂടി ആവശ്യമുണ്ടോ, മൂന്നാമതൊരു MP ആവശ്യമുണ്ടോ, മൂന്നാമതൊരു സീറ്റ് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ കോൺഗ്രസ് ഒരു തീരുമാനം പറയുന്നു. ആ തീരുമാനത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, സംതൃപ്തരാണ്. കൃത്യമായ ഉത്തരം 27-ാം തീയതി നൽകുമെന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ തീരുന്നു. പക്ഷേ ആ വിഷയം തീരുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടും കൂടെ കണക്റ്റഡ് ആണ്, രണ്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ വിഷയം തീരാൻ ശ്രമിക്കുമ്പോഴാണ് ഇടതുമുന്നണി കൺവീനർ, ആരാ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരണം എന്ന് പ്രസ്താവന ഇറക്കിയ കൺവീനർ പറയുകയാണ്, KPCC ലീഗിനെ വട്ടം കറക്കുന്നു.
ഇതേ പാർട്ടി, ഇതേ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 2019 പറഞ്ഞത് KPCCയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ഈ ഒരു ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ കാരണം ഇത്തവണ ദേശീയ തലത്തിൽ KPCC മുസ്ലിം സമുദായത്തിന് എതിരാണെന്നുള്ള വാർത്താ മാധ്യമത്തിന്റെ പ്രചാരണം ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു വൃത്തിയില്ലാത്ത രാഷ്ട്രീയമാണത്. തന്ത്രമല്ല, വൃത്തിയില്ലാത്ത രാഷ്ട്രീയമാണ്. കുറിച്ച് നിങ്ങൾക്ക് പറയാം. നോക്കൂ, മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട മൂന്നാമത്തെ സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് റെപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയെ നിങ്ങൾ എന്താ പറയുന്നത് ദുർബലപ്പെടുത്തുകയാണ്, അവഗണിക്കുകയാണ് എന്നുള്ള ക്യാമ്പയിൻ തടയാമായിരുന്നല്ലോ. നിങ്ങൾ എന്താ ആ ലൈൻ എടുക്കാതിരുന്നത്? എന്നോടാണോ? യാ, അതായത് ആ ചോദ്യം നല്ല ചോദ്യമാണ്. അതായത് മുസ്ലിം ലീഗ്, ഞാൻ പറയാം, മുസ്ലിം ലീഗ് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ, അത് കഴിഞ്ഞ തവണ അവർ പറഞ്ഞിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ അവർ പറയുകയാണ്, അവരെന്താണ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അണികൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നേതാക്കളെ നിങ്ങളൊരു മൂന്നാമത്തെ MP സ്ഥാനം ചോദിക്കാത്തത്? അപ്പോൾ ആ MP സ്ഥാനം അവർ ചോദിക്കുന്നു. കോൺഗ്രസ് പറയുന്നു അവർ ചോദിക്കുന്നത് ന്യായമാണ്, ഇത് എല്ലാ കാലത്തും കോൺഗ്രസ് പറയുന്നതാണ്. അപ്പോൾ കോൺഗ്രസിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താ കോൺഗ്രസ് നിങ്ങൾക്ക് കൊടുത്തുകൂടെ? കാരണം അപ്പോൾ കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ 16 മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിക്കുകയാണ്, 15 മണ്ഡലത്തിലാണ് CPM മത്സരിക്കുന്നത്, 16 ഞങ്ങൾ മത്സരിക്കുന്നു. ഈ 16 കണ്ണൂരും ആലപ്പുഴയുമാണ് 2 സിറ്റിംഗ് സീറ്റ്. ഒന്ന് കണ്ണൂരിൽ മത്സരിക്കുന്നില്ല, ആലപ്പുഴയിലാണെങ്കിൽ തോറ്റ സീറ്റാണ്. ഈ 2 മണ്ഡലങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കണ്ണൂര് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് മല്ലടിച്ചാണ് അവിടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയത്. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വയലാർ രവി, AK ആന്റണി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ ജില്ലയാണ്. ഇതെല്ലാം മുസ്ലിം ലീഗിന് അറിയാം. അതുകൊണ്ടാണ് അവർ ഒരു MP സ്ഥാനം ചോദിക്കുന്നത് അധികമായിട്ട്. ആ MP സ്ഥാനം കൊടുക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, ഈ അഹമ്മദിനെ UPA ഗവൺമെൻറ്റിൽ മന്ത്രിയാക്കിയത് കോൺഗ്രസ് ആണ്. അന്ന് ലീഗിന് 2 സീറ്റേ ഉള്ളൂ. അപ്പോൾ ലീഗ് 2 MP മാരായാലും 3 MP മാരായാലും ലീഗിനെ മന്ത്രിയാക്കും കോൺഗ്രസ് ജയിച്ചാൽ. അത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആ മന്ത്രിസ്ഥാനം ആകെ ഒഴിവുള്ള ഈ 2 സീറ്റുകൾ ആകെ തോറ്റത് ആലപ്പുഴയിൽ മാത്രം. ഈ സിനാരിയോ ഇപ്പോഴത്തേതല്ലേ? ഇതില്ലാത്ത ഘട്ടത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ സീറ്റ്? കഴിഞ്ഞ തവണത്തെ ഹൈദരലി തങ്ങളുടെ പറച്ചിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കോൺഗ്രസിന് വലിയ കക്ഷിയാവണം, ദേശീയ പ്രാധാന്യമുള്ള സംഗതിയാണ്, ഞങ്ങൾ അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുന്നു. എല്ലാ തവണയും ലീഗ് 3ാമത്തെ സീറ്റ് ചോദിക്കും, നിങ്ങൾ കൊടുക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാരണം ഇതുപോലെ വേക്കൻസി പ്രശ്നമാണെങ്കിൽ കഴിഞ്ഞ തവണ ആ സിനാരിയോ അല്ലല്ലോ. ഏത് സിനാരിയോ ആണെങ്കിലും ലീഗിന് കൊടുക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അർഹതയുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ വർത്താനം വേറെ പറയുകയും ചെയ്യും. നിഷാദേ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കൂ. അതായത് നിങ്ങൾ എത്ര ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാലും ആ പാർട്ടി പറയാണ്, മുസ്ലിം ലീഗ് പറയുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ അണികൾക്കും കോൺഗ്രസിൽ വിശ്വാസമുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി MA കുട്ടപ്പനെ മാറ്റി മുസ്ലിം ലീഗിനെ രാജ്യസഭാ അംഗത്വം കൊടുത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മനസ്സിലാക്കൂ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മതേതര പ്രസ്ഥാനത്തിൻ്റെ ചിറകിനെ ശക്തിപ്പെടുത്തുന്ന വലിയൊരു ശക്തിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് അവർക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം, ഒരു MP സ്ഥാനം ചോദിക്കുമ്പോൾ ആ MP സ്ഥാനം രാജ്യസഭയാകട്ടെ ലോക്സഭയാകട്ടെ നിങ്ങൾക്ക് തരുന്നു. അവസരം വരുമ്പോൾ മുമ്പ് ചോദിക്കാൻ പറ്റില്ല. സീറ്റാണ് അവർ ചോദിക്കുന്നത്, മത്സരിച്ച് ജയിക്കാൻ ഒരു സീറ്റ് നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ പുകഴ്വാചകം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അവർ ഗംഭീര കക്ഷിയാണ്, ഞങ്ങളുടെ പൊക്കിൾക്കൊടി ബന്ധമാണ്, ഞങ്ങളുമായിട്ട് ദീർഘകാലത്തെ ബന്ധമാണ്. അതും അധികം തോന്നുന്നു അവർക്കും അല്ല. അമീൻ ഹസൻ, നോക്കൂ, മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിന് തൃപ്തിയായി കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർക്ക് എന്ത് കാര്യം? പിന്നെ അതിന്മേലുള്ള കീറി മുറിക്കലുകൾക്ക് എന്ത് പ്രസക്തി എന്നാണ് ശ്രീകുമാറിന്റെ ഒന്നാമത്തെ പോയിന്റ്. നിഷാദ്, എനിക്കിതിൽ തോന്നുന്നത് അർഹതയുള്ള ഒരു കാര്യം ഒരു കൂട്ടർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് ആണല്ലോ നമ്മൾ മലയാളത്തിൽ അനീതി എന്ന് പറയാം. അർഹതയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യം അർഹതപ്പെട്ട ഒന്ന് കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരവാണുള്ളത്? അതിനവർക്കൊരു ഉത്തരവില്ല. കോൺഗ്രസിന് ഉത്തരവില്ല. മുസ്ലിം ലീഗിന് അർഹതയുള്ളത് ചോദിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു രാജ്യസഭാ സീറ്റ് കിട്ടാനായിരുന്നു ഇത്രയും ബഹളമെങ്കിൽ 1 മാസം മുൻപെങ്കിലും UDF യോഗത്തിൽ ഒരു ചർച്ച ചെയ്ത് അടുത്ത രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിനാണ് എന്ന് തീരുമാനിക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനായിരുന്നു പിന്നെ ഈ തരത്തിലുള്ള ഒരു ബഹളം ഉണ്ടാക്കി, ഒരുപക്ഷെ UDFന് തന്നെ ഗുണം ചെയ്യാത്ത ഒരു ബഹളം ഉണ്ടാക്കി പിന്നീട് പിന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത് എന്നത് ഒരു വിചിത്രമായ, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സമസ്യയായി നിലനിൽക്കുകയാണ്.
എന്താണ് മുസ്ലിം ലീഗ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്നത് ഒരു സമുദായത്തെയാണ് രാഷ്ട്രീയമായി എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഈ സമീപനം അത് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കുന്നതിലുള്ള ഈ വൈമനസ്യം മാത്രമല്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ ആവശ്യങ്ങളെ പലതരത്തിലുള്ള രാഷ്ട്രീയ പോളറൈസേഷനുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിഷേധിക്കുന്ന സമീപനം മാത്രമല്ല, കോൺഗ്രസ് തന്നെയും മുസ്ലിം പ്രാതിനിധ്യം നൽകുന്നതിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും വയനാടും മുസ്ലിം പ്രതിനിധികളെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും ഒരു സവിശേഷമായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും അതിനെ ആളുകൾ മുഴുവൻ സർവാത്മനാ സ്വാഗതം ചെയ്യുകയും രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയം സമ്മാനിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത്തവണ ആലപ്പുഴയിലും വയനാടും മുസ്ലിം പ്രതിനിധികൾ മത്സരിക്കും എന്നുറപ്പിക്കാൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും 2 സീറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന്. അതേസമയം നിങ്ങൾ കോൺഗ്രസിന്റെ എംപിമാരുടെ സമുദായ പ്രാതിനിധ്യം എടുത്തു നോക്കൂ. ഇവർ പറയും ഇത് വർഗീയതയാണ്, സമുദായവും ജാതിയും നോക്കിയിട്ടല്ല ഞങ്ങളത് തീരുമാനിക്കുന്നതെന്ന്. ഈ രാജ്യത്ത് സവിശേഷമായ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ, സംഘപരിവാറിന്റെ വംശഹത്യാ പദ്ധതികൾക്ക് നിരന്തരമായി ഇരയാകുന്ന ഒരു സമൂഹത്തെ ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രാതിനിധ്യം തന്നെയും നാമമാത്രമായി തീരുകയും നാമാവശേഷമാവുകയും ചെയ്യുന്ന ഒരു സമുദായമായി, രാഷ്ട്രീയമായി നാമാവശേഷമാവുകയും ചെയ്യുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് കോൺഗ്രസ് നൽകുന്ന പ്രാതിനിധ്യം എന്താണ് എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഞങ്ങൾ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനെ പുഴയത്തിയതുകൊണ്ട് എന്താണ് കാര്യം? മുസ്ലിം ലീഗിനെ പുറംചൊറിഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം? രാഷ്ട്രീയമായി മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റുകൾ നൽകാതിരിക്കാനുള്ള കാരണം എന്താണ്? കേരള കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത കേരള കോൺഗ്രസിന് ലോകസഭയിൽ സീറ്റ് കൊടുക്കുന്നതിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. കോട്ടയത്ത് കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലമാണ് കോട്ടയം. അത് കേരള കോൺഗ്രസിന് വെച്ച് നീട്ടിക്കൊടുക്കുന്നതിന് യാതൊരു പ്രതിസന്ധിയുമില്ല. കേരള കോൺഗ്രസ് മാണി മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്ന UDF ഉണ്ടായിരുന്ന കാലത്ത് മാണി ഗ്രൂപ്പിന് കൊടുക്കുന്ന സീറ്റിന് പുറമെ എമ്പാടും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളെ മത്സരിപ്പിക്കുന്നതിന് കോൺഗ്രസിന് യാതൊരു വൈമനസ്യവുമില്ല. 5 പ്രതിനിധികൾ ഇപ്പോൾ ക്രിസ്ത്യൻ പ്രതിനിധികൾ ജയിച്ച MPമാരിൽ കോൺഗ്രസിനുണ്ട്. 5 നായർ പ്രതിനിധികൾ MPമാർ കോൺഗ്രസിനുണ്ട്. മുസ്ലിം പ്രതിനിധികൾ എത്രയാണ്? ഇവർ പറയും ഞങ്ങൾ ഷാനിമോൾ ഉസ്മാന് സീറ്റ് കൊടുത്തിരുന്നു, ഷാനിമോൾ ഉസ്മാൻ തോറ്റുപോയി. ഇത്തവണ എത്ര മുസ്ലിം MPമാർ ഈ 17 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കും എന്നതിന് കോൺഗ്രസിന് ഒരു ഉത്തരവുണ്ടോ? ഇത് ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് സീറ്റ് നിഷേധിക്കുക മാത്രമല്ല, മുസ്ലിം രാഷ്ട്രീയ ചോദ്യങ്ങളെ, മുസ്ലിം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ ഒന്നും മാന്യമായി അഡ്രസ്സ് ചെയ്യാതെ തന്നെ ന്യൂനപക്ഷങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കണം, ന്യൂനപക്ഷങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്താൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല, അതിനെ മുതലാക്കി കളയാം എന്ന് കോൺഗ്രസ് മനസ്സിലാക്കുകയാണ്. ഇതിന് CPM മുതലെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ CPMന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം, CPM എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു? മുൻപ് CPM നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള മറ്റു പോളറൈസേഷനുകൾ എടുത്തു പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുവാനോ, ഈ പോളറൈസേഷനെ ബ്രേക്ക് ചെയ്യുന്ന സ്വഭാവത്തിൽ, ഇതിപ്പോ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട എന്തു കൊടുത്താലും, നാമമാത്രമായ എന്തെങ്കിലും എല്ലിൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്താൽ പോലും കേരളത്തിൽ അനാവശ്യമായ ഒരു ചർച്ചയുണ്ടാകുന്നു. അത് 5ാം മന്ത്രിയുടെ കാര്യത്തിലുണ്ട്. 5ാം മന്ത്രിയുടെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. എന്താ സംഭവിച്ചത്? 72 MLAമാരുടെ മാത്രം പിന്തുണയുള്ള ഒരു മന്ത്രിസഭയിൽ 18 MLAമാരുള്ള ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ പോർട്ട്ഫോളിയോ വിഭജിച്ചുകൊണ്ട് ഒരു 5ാമത്തെ മന്ത്രിസ്ഥാനം ചോദിക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നേരിട്ടത്? അത് നൽകുന്നതിന് കോൺഗ്രസിനകത്തുണ്ടായ CPMന്റെ പ്രചാരണം നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ ശ്രീകുമാർ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കും, എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ നേരിട്ടത്? ഇപ്പോൾ തന്നെ ഞങ്ങൾ രാജ്യസഭയിൽ മുസ്ലിം MPമാരുടെ എണ്ണം കൂടുതലാണ് എന്ന പ്രചാരണം കേരളത്തിൽ പല പത്രങ്ങളിലും വരുത്തുന്നത് ആരാണ്? ഇത് വളരെ ബോധപൂർവം ഈ പോളറൈസേഷൻ മുതലെടുത്തുകൊണ്ട്, ദേശീയ സാഹചര്യം കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ ചോദ്യങ്ങളെ നിഷേധിച്ചു കളയുക. അത് ഫലസ്തീന്റെ പ്രശ്നത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഷാനന്ദ് കൊച്ചുകുടി മാധ്യമപ്രവർത്തനോടൊപ്പം. ഷാനന്ദ് കൊച്ചുകുടി, 16 സീറ്റാണ് ആകെ കയ്യിലുള്ളത്. ആ സീറ്റിന് ഒരുപാട് ആവശ്യക്കാർ, കോൺഗ്രസ് ആണല്ലോ പാർട്ടി, ആവശ്യക്കാരുള്ളത് കൊണ്ടും കോൺഗ്രസിന് വലിയ കക്ഷി ആവേണ്ടത് കൊണ്ടും കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന നിഷ്കളങ്ക ബുദ്ധിയിൽ കണ്ടാൽ മതിയോ? അതോ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പലതരത്തിലുള്ള സാമൂഹികമായ ചർച്ചകളെ, വിഭജനാശയങ്ങളെ ഭയപ്പെടുന്നുണ്ട് എന്നാണോ വിചാരിക്കേണ്ടത് ഈ കാര്യത്തിൽ മാത്രം? അല്ല, നമ്മളിവിടെ വളരെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇതിൽ നിഷാദ് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, അത് എല്ലാ വശങ്ങളും നമ്മൾ നോക്കണമല്ലോ. ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞത് ഈ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ തുടങ്ങാം.
അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഈ CPM-മായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നെ പറയാമെന്ന്. അത് പറയാൻ കൂടി ലാൽകുമാർ പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ കാര്യത്തിലേക്കും വരാം. അഞ്ചാം മന്ത്രിയുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അവരുടെ മന്ത്രി ഒരു പോർട്ട്ഫോളിയോ വിഭജിച്ച് ഒരു അഞ്ചാം മന്ത്രി സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഉണ്ടായത്. അല്ല, അന്ന് 72 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 72 MLA-മാരെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഉണ്ടായിരുന്നുള്ളൂ. 68 മറുവശത്തുണ്ട്. അന്ന് എല്ലാ കക്ഷികളും വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. KM മാണി വിലപേശുന്നു. KM മാണിയും VS അച്യുതാനന്ദനുമായിട്ട് വരെ ചർച്ച 2013 പിന്നീട് നടക്കുന്നുണ്ട്. അതുപോലെ അന്ന് ഒരു കക്ഷി ഒരു TM ജേക്കബ് മരിക്കുമ്പോൾ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പുറത്തു വരാത്ത, ഇപ്പോഴും മാധ്യമങ്ങളിൽ പുറത്തു വരാത്ത ഒത്തിരി കാര്യങ്ങൾ ആ കാലത്ത് നടന്നിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും മുസ്ലിം ലീഗിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, അന്ന് മുസ്ലിം ലീഗ് ഈ അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ രീതിയിൽ വിലപേശുകയാണ്. മാക്കലി, മഞ്ഞളാംകുഴി അലിക്ക് വാഗ്ദാനം കൊടുക്കുന്നു. മുസ്ലിം ലീഗ് തന്നെ വാഗ്ദാനം കൊടുക്കുന്നു. അദ്ദേഹം CPM-ൽ നിന്ന് ലീഗിലേക്ക് വന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹത്തിന് അത് വാഗ്ദാനം കൊടുക്കാൻ പറ്റാതെ വലിയ ബുദ്ധിമുട്ടുമ്പോൾ അന്ന് ഒരേ സമയം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരാനും ആഗ്രഹിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ പ്രശ്നം. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ആരോടും ആലോചിക്കാതെ ഉമ്മൻചാണ്ടി ആ സീറ്റ് മുസ്ലിം ലീഗിലെ ചില നേതാക്കളുമായിട്ട് മാത്രം ആലോചിച്ചിട്ട് അത് കൊടുക്കുകയാണ്. മഞ്ഞളാംകുഴി അലിക്ക് അത് കൊടുക്കുന്നു. മഞ്ഞളാംകുഴി അലി മന്ത്രിയാകുന്നു. പിന്നീട് എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ ഒരിക്കലും സംസാരിക്കാത്ത ബദ്ധ വൈരികളായിട്ടുള്ള, ഒരേ സമയം CPM-ന്റെയും BJP-യുടെയും ബോട്ടിൽ കാൽ വെച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും പിന്നെ ഇവിടുത്തെ നമ്മുടെ പെരുന്നയിലെ പോപ്പ് സുകുമാരൻ നായരും കൂടി വരുന്നു. അവരൊന്നിച്ചു വരുന്നു, പത്രസമ്മേളനം നടത്തുന്നു, ഹിന്ദു ഐക്യം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അന്ന് കുറെ പ്രസ്താവനകൾ ഇറക്കുന്നു. പിണറായി വിജയൻ മുതൽ കോടിയേരി ബാലകൃഷ്ണൻ മുതൽ മതേതരത്വത്തിന്റെ അപ്പസ്തോലനായ VS അച്യുതാനന്ദൻ വരെ അതിനെ തലോടുന്നു. അതിനുശേഷം ഇവിടെ പിന്നെ പല കാര്യങ്ങളും നടന്നു. കോൺഗ്രസിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി ഒഴിഞ്ഞ് തിരുവഞ്ചൂരിന് കൊടുക്കുന്നു. കാരണം ഒരു മന്ത്രിയെ കൂടി അന്ന് മന്ത്രിയാക്കാനുള്ള ഒഴിവില്ല. ആ പ്രശ്നത്തിന്റെ പേരിൽ കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ ഗണേഷ് മന്ത്രിസ്ഥാനം രാജിവെക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റുന്നത്. അന്നത്തെ UDF തകർന്നതിൽ, ആ മന്ത്രിസഭ, ആ സർക്കാർ തകർന്നതിൽ ഈ അഞ്ചാം മന്ത്രിസ്ഥാനത്തിന്റെ ആ ഒരു ആവശ്യം, അതിന്റെ ഉത്ഭവം, അത് ഒരു വലിയ കാരണമായിരുന്നു. നമുക്ക് നിഷാദിന് അറിയാമായിരിക്കും, പക്ഷെ സാധാരണ പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് അറിയില്ല. കോൺഗ്രസിന് പറ്റിയില്ല. കോൺഗ്രസിനകത്തുള്ള പ്രശ്നം പറയും. ഓക്കെ, VS അച്യുതാനന്ദനും CPM ഉപയോഗപ്പെടുത്തിയത്, NSS-ഉം SNDP ഉപയോഗപ്പെടുത്തിയ വേറെ കാര്യം. അത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. ആ പാർട്ടിക്ക് 5 മന്ത്രിസ്ഥാനത്തുള്ള അർഹതയുണ്ട്. അത് ഞങ്ങൾ പരിഗണിക്കും, ഞങ്ങൾ കൊടുക്കും. NK പ്രേമേന്ദ്രൻ വന്നപ്പോൾ കൊല്ലം സീറ്റ് കൊടുത്തില്ല, ഞങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്ന് സ്ഥൈര്യത്തോടെ പറയാൻ കോൺഗ്രസിന് പറ്റിയില്ല. അവിടെയല്ലേ അതിന്റെ മൂലക്കല്ല് കിടക്കുന്നത്. അല്ല, അന്ന് മുസ്ലിം ലീഗ് മറ്റു പാർട്ടികളും എല്ലാം ആ അവസരം മുതലാക്കുക. അല്ലാതെ അന്ന് അവർക്ക് അർഹത ഉണ്ടായത് കൊണ്ടല്ലല്ലോ ആ സീറ്റ്. ഇപ്പൊ 5ാം മന്ത്രിസ്ഥാനത്തിന് അന്ന് അവർക്ക് അർഹത ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. കാരണം 3 മന്ത്രിമാരാണ് 2001 വരെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. പിന്നീട് 4 മന്ത്രിമാരായി. 4-ൽ നിന്ന് പിന്നെ 5. ഈ 2009 മണ്ഡല പുനർനിർണയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയാണെങ്കിൽ 5ാം മന്ത്രിസ്ഥാനം ചോദിക്കുന്നത് എന്ന് പറയണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. അത് വേറെ തരത്തിലാണ് അതിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. കോൺഗ്രസിന് MLA-മാര് കുറഞ്ഞു, മുസ്ലിം ലീഗിന്റെ MLA-മാര് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് ആവശ്യം ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗ് 5ാം സ്ഥാനം ചോദിച്ചു. അത്തരം ഒരു സിറ്റുവേഷനിൽ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ കുളമായി. അത് എങ്ങനെയൊക്കെയാണ് പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടത്, അതിന് ഏതൊക്കെ നിറം വന്നു എന്നതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. ലീഗ് ചോദിക്കുമ്പോൾ മാത്രം വരുന്ന ഒരു നിറമാണത്. വേറെ പല കക്ഷികൾക്കും പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാം. ഇഷ്ടമുള്ള പോർട്ട്ഫോളിയോ ചോദിച്ച് സമ്മർദ്ദം ഉണ്ടാക്കാം. അങ്ങനെ ധനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആവാം. പക്ഷെ ലീഗ് അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ മാത്രം അതിന് സാമുദായികമായ ചായ്വായി, അത് മുസ്ലിം സമുദായത്തിന് വീണുകൊടുക്കലായി, സമ്മർദ്ദത്തിന് വഴിപ്പെടലായി, ഈ തരത്തിലുള്ള അപകടകരമായ ഒരു നെഗറ്റീവിനെ കോൺഗ്രസിനകത്തെ ആളുകളും ഇപ്പോൾ ഈ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ പോലും അന്ന് വീണുപോയിട്ടുണ്ട്. അപ്പം അതിന് ബേസിക് അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത് ലീഗിന് അർഹമായത് പോലും കിട്ടിയാൽ പ്രശ്നമാണ്, ലീഗിന് ചോദിച്ചാൽ പ്രശ്നമാണ് എന്ന നിലയില്ലേ? അല്ല, നിഷാദ് പറയുന്നത് ശരിയാണ്. VD സതീശൻ ഉൾപ്പെടെ അന്ന് ഈ കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അന്ന് VD സതീശൻ ഉൾപ്പെടെ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുള്ള ഉൾപ്പെടെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ശരിയാണ്, കോൺഗ്രസിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് പണ്ടേ കുറവാണ്. അന്ന് പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മഹാമേരു ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴാണെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ അതിലും പരിതാപകരം. കോൺഗ്രസിൽ ഇതുപോലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനോ നെറേറ്റീവ് സൃഷ്ടിക്കാനോ ഈ സോഷ്യൽ മീഡിയയിൽ അടിമകളെ സൃഷ്ടിക്കാനോ ഒന്നും കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസിന് കഴിയുന്നത് ഇതുപോലെയുള്ള അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ കാര്യങ്ങൾ പറയുക, നിലപാടെടുക്കാൻ പറ്റാതിരിക്കുക. അത് കോൺഗ്രസിന്റെ തന്നെ പ്രശ്നമാണ്. പക്ഷെ അപ്പോഴും ഈ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു വശത്ത് CPM-നും മറുവശത്ത് BJP-ക്കും പിന്നെ ഇവിടെ കുറെ മറ്റ് പല പല താല്പര്യങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കെല്ലാം കഴിയുന്നു. ഇതിന്റെ എല്ലാ അവസാന പരിണാമം എന്താണെന്ന് വെച്ചാൽ കേരളം കൂടുതൽ വർഗീയമായിട്ട് ധ്രുവീകരിക്കപ്പെടുന്നു. മുസ്ലിം ലീഗിന് അവരുടെ ആവശ്യം ന്യായമാണെങ്കിൽ കൂടി ആ ന്യായം അവർ പറയുമ്പോൾ അതിന്റെ നെഗോസിയേഷൻ മുറിക്കുള്ളിൽ നടക്കാതെ ഇതുപോലെ പരസ്യമായിട്ട് വിഴുപ്പലകൾ നടക്കുന്നത് കൊണ്ട് ആ ആവശ്യം പോലും അത് അനാവശ്യമായിട്ട് മാറുന്നു. ഇപ്പോൾ 2009 മണ്ഡല പുനർനിർണയത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിക്കും മുസ്ലിം ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെടേണ്ടത് 2009 അന്നാണ് വയനാട് സീറ്റ് ഉണ്ടായത്. മൂവാറ്റുപുഴ സീറ്റ് പോയി വയനാട് സീറ്റ് വരികയാണ് ചെയ്തത്. അത് ആ സമയത്ത് ആണ് മുസ്ലിം ലീഗിന്റെ 3-ാം സീറ്റ് ആവശ്യം ഉന്നയിക്കേണ്ടത് ന്യായമായിട്ടും. അന്നത് ഉന്നയിച്ചില്ല. 2014 ഉന്നയിച്ചില്ല, 2019 ഉന്നയിച്ചു. 2019 ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയും ഹൈദരാലി തങ്ങളുടെ കാര്യം ഇപ്പോൾ നിഷാദ് പറഞ്ഞു. ശരിയാണ്, മുസ്ലിം ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട്. പിന്നെ ഇവിടെ മറ്റേ പ്രശ്നം, അതായത് കോൺഗ്രസ് ഇവിടെ മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കുന്നില്ല. കോൺഗ്രസിൽ തന്നെ മുസ്ലിം നേതാക്കളുടെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ കുറയുന്നു. കഴിഞ്ഞ തവണ ഷാനിമോൾ ഉസ്മാനെ കൊടുത്തു, T സിദ്ദിഖിന് കൊടുത്തു. T സിദ്ദിഖിന് കൊടുത്ത സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിച്ചു. ഇത്തവണ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ വീണ്ടും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വരികയില്ല എന്നും കൂടി കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോഴും റെപ്രസെന്റേഷൻ കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മുസ്ലിം ലീഗിന് ചോദിക്കാനുള്ള എല്ലാ അർഹതയുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ പോളറൈസേഷൻ, ധ്രുവീകരണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതിനെ തടയാൻ, നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, കോൺഗ്രസിന് മാത്രമല്ലല്ലോ മുസ്ലിം ലീഗിനും നറേറ്റീവ് സൃഷ്ടിക്കാനോ അതിനെക്കുറിച്ച് ഒരു പൊതുമണ്ഡലത്തിൽ അത് CPM-ന്റെയും BJP-യുടെയും ആ ഒരു നറേറ്റീവിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് മനസ്സിലാക്കി എല്ലാവരും രാജ്യസഭ പോലെയുള്ള സൊല്യൂഷൻ, അതിനെന്താണ് കുഴപ്പം? ശ്രീ ആനന്ദ് കൊച്ചുകൂടി അങ്ങനെ ഒരു പോളറൈസേഷനെ ഭയപ്പെട്ടുകൊണ്ട് സ്വയം ചുരുങ്ങുക എന്ന് വെച്ചാൽ അത് പിന്നെ എന്താണ് അതുകൊണ്ട് അർത്ഥം? പിന്നെ ആ സഖ്യത്തിൽ, ആ മുന്നണിയിൽ വിശ്വാസം അർപ്പിക്കുന്ന ദുർബലരായ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് അതിലെന്താ ഹോപ്പുള്ളത്? അവരെല്ലാ പോളറൈസേഷനെയും എല്ലാത്തരം കുപ്രചരണങ്ങളെയും ഭയപ്പെടുന്നവർ. മുസ്ലിം റെപ്രസെന്റേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് 2019 ഒറ്റ ഒരാളെ പോലും മത്സരിപ്പിക്കാത്ത പാർട്ടിയാണ് അപ്പുറത്തുള്ളത്. ആ പാർട്ടി ചെയ്യുന്നതിൻ്റെ അതേ പണി ഇപ്പോഴത്തും എടുക്കാം. റെപ്രസെന്റേഷൻ കുറച്ചുകൊണ്ട് ആരുടെ അപ്രീതി പിടിച്ചു. എന്താണ് ഒരു മതേതര മനസ്സുള്ള മനുഷ്യന് പിന്നെ ഈ കൂട്ടായ്മയിലുള്ള ഹോപ്പ് എന്താണ്? അല്ല, ഇവിടെ ഈ ചുവരുണ്ടെങ്കിൽ അല്ലേ ചിത്രമുള്ളൂ. മുസ്ലിം ലീഗ് ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ ബലമായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സീറ്റ് വാങ്ങിച്ച് പിടിച്ചെടുക്കാം. മുസ്ലിം ലീഗ് നിരന്തരം ചർച്ച നടത്തുന്നു, നിരന്തരം ആവശ്യപ്പെടുന്നു. സമ്മർദ്ദം, ഈ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ശരിക്കും? സമ്മർദ്ദത്തിന്റെ ആവശ്യമൊന്നുമില്ല, ന്യായമായ ഒരു കാര്യം ചോദിക്കല്ലേ. അതിനെ സമ്മർദ്ദമാക്കി ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ആരാണ്? കോൺഗ്രസിന് അത് രാജ്യസഭാ സീറ്റ് ആദ്യമേ കൊടുത്താൽ മതിയായിരുന്നു. അത് ശരി, ഞാനൊന്ന് പറയാം. ഞാൻ ഒരു പാനലിസ്റ്റ് ശ്രീ ലാൽകുമാർ, ഞാനൊന്ന് വരാമേ പ്ലീസ്. ശ്രീ ലാൽകുമാർ, ഞാൻ അല്പം ലേറ്റ് ആയിപ്പോ, അരമണിക്കൂറായി, സോറി. ശ്രീ ലാൽകുമാർ, ഇത് അവരുടെ ആഭ്യന്തര പ്രശ്നം അവർ സംസാരിച്ചു, സെറ്റിൽ ചെയ്തു, ലീഗിന് തൃപ്തിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അപ്പം മുസ്ലിം, അതായത് UDF-നെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ജനസാമാന്യത്തെ കുറച്ചൊന്ന് അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാം, അവർ മുസ്ലിം വിരുദ്ധ സമീപനം എടുക്കുന്നവരാണെന്ന് പറയാൻ ഒരു പണിയെടുക്കുകയാണോ നിങ്ങൾ? നിഷാദേ, എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് ഇച്ചിരൂടെ കാര്യമായിട്ട് അങ്ങ് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ലളിതമായി പറയാം, വലിയ കോംപ്ലിക്കേറ്റ് ചെയ്യാതെ കാര്യങ്ങൾ പറയാം. ഈ പറയുന്ന മുസ്ലിം ലീഗിന് 3-ാമത്തെ ഒരു സീറ്റ് കൊടുത്താൽ സംഘപരിവാർ കോൺഗ്രസിനെതിരെ നോർത്ത് ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ഈ പറയുന്ന കൗ ബെൽറ്റിൽ ഒരു പ്രചരണ ആയുധമാക്കും. ആ പ്രചരണ ആയുധത്തെ കോൺഗ്രസ് ഭയക്കുന്നു. അതുകൊണ്ടാണ് അർഹതയുള്ള സീറ്റ് ലീഗിന് കിട്ടാതെ വരുന്നത്. ഇത്രയും പറഞ്ഞാൽ മതി, ഇതാണ് ഇതിന്റെ സത്യം. നമ്മൾ വേറെ വലിയ ലോകത്തിലെ ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല.
നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ലീഗിന് ഇത് അർഹതയുണ്ടോ? ഉണ്ട്. അർഹതയുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? കെ മുരളീധരൻ. സതീശൻ പറഞ്ഞോ? പറഞ്ഞു. പിന്നെന്താണ് കിട്ടാത്തത്? ഇവരെ പറഞ്ഞ അർഹത ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ മാറി നിൽക്കണം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ചർച്ചകളുടെ സം ആൻഡ് സബ്സ്റ്റൻസിലേക്ക് വന്നാൽ എന്തുകൊണ്ട് ഇവർ ഒഴിയുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ ലളിതമാണ്. അത് BJP, സംഘപരിവാർ, RSS, വർഗീയ കക്ഷികൾ ഇവർക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളതുകൊണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്ന് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നോ വെച്ചാൽ നല്ല BJP-യെക്കാട്ടിലും കൂടുതൽ നമ്പർ എന്ന് കോൺഗ്രസിന് വരുന്നോ അത്രയും കാലം ഈ പറയുന്ന ലീഗ് സഹിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ കൂടുതലൊന്നും അതിനകത്ത് മനസ്സിലാക്കാനില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ 5ാം മന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു, നമ്മൾ ചർച്ച ചെയ്ത് തഴമ്പിച്ച വിഷയമാണ്. കേരളത്തിലേക്ക് വരുമ്പം ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ എഡ്ജ് കൂടുതലാണ്. അതുകൊണ്ടാണ് സമ്മർദ്ദത്തിലാക്കിയായാലും 5ാം മന്ത്രി കിട്ടുന്നു എന്ന് പറയുന്നത്. അത് 5ാം മന്ത്രി കിട്ടുന്നതിന്റെ മെറിറ്റ് അതവിടെ നിൽക്കട്ടെ. ആ പ്രോസസ്സ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ഇല്ലാതെ കിട്ടിയതാന്നിരിക്കട്ടെ. അങ്ങൊരു അസംഷൻ, ഞാൻ അങ്ങൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല, അങ്ങൊരു അസംഷൻ. അപ്പോഴും ലീഗിന് കിട്ടാനുള്ള കാര്യം കേരളത്തിലെ അവർ പ്രഷറൈസ് ചെയ്താൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി, VD സതീശൻ, ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ളവർ സക്കംബ് ചെയ്യും ആ പ്രഷറിന്. പക്ഷെ അതുപോലെ അവർക്ക് കേന്ദ്രത്തിലേക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഒരു ഇതിനോട് ചേർത്ത് വെച്ച ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഈ ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് വയനാടാണല്ലോ, കണ്ണൂരൊന്നും അല്ല. അവരുടെ മെയിൻ ആവശ്യം വയനാടാണ്. ആ വയനാട്ടിലെ സീറ്റിലേക്ക് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചത്? രാഹുൽ ഗാന്ധി വന്നപ്പം മുസ്ലിം ലീഗിന്റെ പതാക മടക്കി വെക്കാൻ പറയേണ്ട ഒരു സാഹചര്യം വന്നു. ചുരുട്ടി കയ്യിൽ ഈ സാധനം പിടിച്ചോണ്ടിരിക്കുന്ന മുസ്ലിം ലീഗുകാരനെ നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ആ ഗതികേടിലേക്ക് ഇവർ വന്നതിന് കാര്യം എന്താ? വയനാട്ടിലേക്ക് വന്നപ്പം ഏതാണ്ട് പാകിസ്ഥാനിലേക്ക് വന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഈ പറയുന്ന കോൺഗ്രസിനെതിരായിട്ട് BJP അവിടെ നടത്തി. ഈ പറയുന്ന രീതിയിലൊക്കെ ഡെവലപ്പ് അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനൊരു സംവിധാനമല്ല, അങ്ങനൊരു പ്രശ്നമല്ല. ലീഗ് ഈ പറയുന്ന നമ്മളുടെ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ് ആണ്, നമ്മൾ അവരെ വിശ്വസിക്കുന്നു, UDF-ന്റെ ഭാഗമാണ്, എല്ലായ്പ്പോഴും ഈ പറയുന്ന വർഗീയതയോടൊപ്പോ അല്ലാതെ പോയിട്ടുള്ള കക്ഷികളല്ല, അവര് നമ്മുടെ കൂട്ടത്തിൽ അടിയുറച്ച് നിൽക്കുന്നതാണ്, നമ്മൾ അവരിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രചരണം അവർ കൊടുത്തോ? തിരിച്ച് കൊടുത്തില്ല. രാഹുൽ ഗാന്ധിയുടെ കേസിട്ടാലും കൊടുത്തില്ല. അപ്പൊ ലീഗിന്റെ ഈ ഗതികേടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് സാധാരണഗതിയിൽ രാഷ്ട്രീയമായി ആ പറയുന്ന പേര് വെച്ച് ആ രാഷ്ട്രീയത്തെ എതിർക്കാൻ മറ്റുള്ള ആൾക്കാർ ആയുധമാക്കുന്നത് കൊണ്ടാണ് അത് വലിയൊരു ചർച്ചയായിട്ട് വരുന്നത്. പിന്നെ CPM ഇത് ഉപയോഗിക്കും. CPM-ന് ഉപയോഗിക്കത്തില്ലേ? ഇത് ശ്രീമാരേട്ടൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പുറത്തിരിക്കുന്നവരാരും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ഇവര് മാത്രം ഉപയോഗിക്കും. ഇവർക്ക് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന കക്ഷികളെ കയ്യിൽ പിടിച്ചു നിർത്താൻ, കൂട്ടത്തിൽ തോള് ചേർന്ന് നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല. അത് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമുക്കാണ് കുറ്റം, അല്ലേ? അല്ല, ലാൽകുമാർ ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയെ അവഗണിക്കുകയാണ് എന്ന് പറയുമ്പോൾ പഴയ ഒരുപാട് കമന്റ്സ് ഉണ്ട്. കുഞ്ഞുമാണി എന്ന് പറയുന്ന സംഗതി, അമീർ ഹസൻ, കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള സംഗതികൾ പറഞ്ഞ ഒരു മുസ്ലിം അപരത്വ ഭയം ഉണ്ടാക്കാൻ പണിയെടുത്ത ആളുകളെ കേരളം മറന്നുപോയിട്ടില്ല. അപ്പോൾ തരാതരം പോലെ പറയുകയാണ്, ചിലപ്പോൾ മുസ്ലിം സ്നേഹം, ചിലപ്പോൾ മുസ്ലിം ഭയം. എന്തൊക്കെയാണ് CPM-ന്റെ സമീപനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വർഗീയത രണ്ടിടത്തുമുണ്ട്. ഞാനത് പറഞ്ഞില്ലേ, ന്യൂനപക്ഷ വർഗീയതയുണ്ട്, ഭൂരിപക്ഷ വർഗീയതയുണ്ട്. ഭൂരിപക്ഷ വർഗീയത ഈ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെ കടന്നു പോകുന്നത്. പറയുന്ന കാലത്തിന് ഒരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെന്ന് നിഷാദ് പറയുകയാണെങ്കിൽ ഞാൻ വിട്ടു. പറയുന്ന കാലത്ത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോഴും ഇന്നത്തെ രാജ്യത്തെ മുസൽമാന്റെ സ്ഥിതി എന്താണെന്നും കൂടെ ഒരു കമ്പാരിസൺ നടത്തുന്നത് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എന്റെ രാഷ്ട്രീയ ബോധ്യം. എന്റെ രാഷ്ട്രീയ ബോധ്യം തെറ്റായിരിക്കാം ചിലപ്പോൾ. എന്റെ രാഷ്ട്രത്തെക്കുറിച്ചുള്ളതും സമൂഹത്തെക്കുറിച്ചുള്ള ബോധം ചിലപ്പോൾ തെറ്റായിരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വളരെ സത്യസന്ധമായ കാര്യമാണ്, അവർക്ക് നാഷണൽ സ്പിയറിൽ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവരുടെ ഈ പൊളിറ്റിക്കൽ പ്രസൻസ് ഒരു ബാഗേജ് ആണ്. ഒരു ലീഗുകാരൻ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടത്തില്ലയോ എന്ന് എനിക്കറിയില്ല. കാര്യം ലീഗിനോട് അങ്ങനെ ഒരു എതിർ പൊസിഷൻ നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഒരു ലീഗുകാരൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പറയും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാഷണൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പം കോൺഗ്രസിന് ഒരു ബാധ്യതയാണ്. ഒരു സംശയം വേണ്ട. സ്റ്റേറ്റിലേക്ക് വന്നാൽ അവർക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. കാര്യം നിങ്ങളില്ലാതെ UDF ഇല്ല. UDF എന്ന് പറയുന്നത് നിങ്ങളുടെ നട്ടെല്ലാണ്.
അപ്പൊ ശ്രീകുമാരേട്ടൻ ഈ പറയുന്ന രീതിയിൽ ഈ എന്താ തേൻ പുരട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നതിന് കാര്യം അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ BJP ഉണ്ടാക്കിയേക്കാവുന്ന വർഗീയ ധ്രുവീകരണത്തെ ഭയപ്പെടുകയാണ് കോൺഗ്രസ്. അതിനോട് ധൈര്യമുള്ള വർത്തമാനം പറയാൻ കഴിയുന്നില്ല. ശ്രീകുമാർ, മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട സീറ്റൊരെണ്ണം അധികം കൊടുത്താൽ ഇതൊരു മുസ്ലിം പ്രീണന കക്ഷിയാണ് കോൺഗ്രസ് എന്ന ഒരു പ്രതീതി ഉണ്ടാകും. അതിനെ നിങ്ങൾ ഭയപ്പെടുന്നു, അങ്ങനെയാണോ? അതാണോ സത്യത്തിൽ ഇതിനകത്ത് സംഭവിക്കുന്ന സംഗതി? അല്ല, അതൊരു പ്രചരണമല്ലേ, അതൊരു പ്രചരണമാണ്. ഞാൻ പറയുന്നത് ഞാൻ ആദ്യത്തെ പ്രചരണം അതാ പറഞ്ഞത്. കേരളത്തിൽ KPCC മുസ്ലിം ലീഗിനെയും മുസ്ലിം സമുദായത്തെയും അവഗണിക്കുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ ആയുധം ദേശീയ തലത്തിൽ BJPക്ക് കൊടുക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. CPM BJP ബന്ധത്തിൻ്റെ ഒരു തെളിവ്. രണ്ടാമത്തെ കാര്യം, ലീഗിന് എങ്ങനെയാണ് സംതൃപ്തി വരിക? ലീഗ് പറയാണ് ഞങ്ങൾ തൃപ്തരാണ്. ഇനി 27-ാം തീയതി പറയും. ശരി, 27-ാം തീയതി ലീഗ് പറയാണ് ഞങ്ങൾക്ക് ലോക്സഭയിൽ മത്സരിച്ചാൽ മതി, രാജ്യസഭ വേണ്ട. ഇപ്പോൾ ലീഗ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് രാജ്യസഭയിൽ 2 MP-മാരുണ്ട്, ലോക്സഭയിൽ 2 MP-മാരുണ്ട്, ഞങ്ങൾക്കിപ്പോൾ 3 MP-മാർ വേണം. 2 ഇപ്പോൾ ഞങ്ങൾ ജയിക്കും, ഒരെണ്ണം കൂടെ ആകുമ്പോൾ 3, അങ്ങനെ 3 MP-മാർ ഞങ്ങൾക്ക് വേണം. ഇതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. ഈ ആവശ്യം 27-ാം തീയതി ലീഗ് അംഗീകരിച്ചില്ലെന്ന് വയ്ക്കുക. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നിർണായകമാണ്. എന്താണ് നിർണായകം എന്ന് പറയുന്നത്? ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നതൊന്നും കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ലല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസ് UP ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൊക്കെ എവിടെയൊക്കെ വേണമെങ്കിലും ലോക്സഭയിൽ മത്സരിക്കാനുള്ള അവസരം ആർക്കും കൊടുക്കാൻ കഴിയും കോൺഗ്രസിന്. അതൊരു ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലൂടെ പറയുന്നില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നത്, ശ്രീ നിഷാദ് റാവുത്തർ ഊന്നൽ കൊടുക്കുന്നത് CPM അജണ്ടയ്ക്കാണ്. ഞാൻ ഊന്നൽ കൊടുക്കുന്നത് ലീഗിൻ്റെ തൃപ്തിക്കാണ്. ഇത് രണ്ടൊരു വ്യത്യാസമുണ്ട്. ലീഗിൻ്റെ തൃപ്തിയും CPM അജണ്ടയും വ്യത്യാസമുണ്ട്. മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം മുസ്ലിം ലീഗിനല്ല എന്ന് പറഞ്ഞതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നിട്ട് ആ ലീഗിന് വേണ്ടി ഇപ്പോൾ CPM ശ്രമിക്കുന്നോ? ആ ലീഗിനെ സഹായിക്കാൻ ഇപ്പോൾ LDF കൺവീനർ വരുന്നോ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മനസ്സിലാകാത്തല്ലോ മുസ്ലിം ലീഗ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീഗിന് എങ്ങനെ തൃപ്തി വന്നു, ലീഗിനെ ഒതുക്കിയോ എന്ന് CPM ചോദിക്കുമ്പോൾ ഞങ്ങളെ ഒതുക്കിയില്ല, ഞങ്ങൾക്ക് തൃപ്തിയാണെന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തൃപ്തി നാളെ അവർ മാറ്റി പറയില്ലല്ലോ. കാരണം മുസ്ലിം ലീഗാണ്. എന്താണ് കാരണം? 3 MP-മാരാണെങ്കിൽ ആ 3 MP-മാരെ അവരാവശ്യപ്പെട്ടിട്ടുള്ളൂ. 3 മത്സരിച്ചാണ് ജയിക്കുക, 2 ലോക്സഭയാണെന്ന് മാത്രം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ CPM-ൻ്റെ നിലപാട് നിങ്ങൾ നോക്കൂ. CPM-ൻ്റെ അപകടകരമായ നിലപാടാണ്. കാരണം അവർ കഴിഞ്ഞ തവണ സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കി. ഇന്ന് സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്താ പറഞ്ഞത്? ലീഗിൻ്റെ രാഷ്ട്രീയം ഒന്ന് എന്നോട് സംസാരിക്കേണ്ട, എന്നോട് സമസ്തയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, സമസ്തയുടെ നിലപാടിൽ രാഷ്ട്രീയമില്ല. അത് പൊളിഞ്ഞു പോയല്ലോ. CPM എന്താ ഉദ്ദേശിച്ചത്? സമസ്തയെ കൊണ്ട് പറയിപ്പിക്കാമെന്ന്. അത് പൊളിഞ്ഞു. ഇത് പലസ്തീൻ വിഷയത്തിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഒരഭിപ്രായം പറഞ്ഞു. അന്ന് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അത് നിഷേധിച്ചു. രണ്ടാമത്തെ അടി. കഴിഞ്ഞ എത്രയോ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായി നമ്മൾ കാണുന്നു ലീഗ് അധിക സീറ്റ് ചോദിക്കുന്നു, നിങ്ങൾ കൊടുക്കാത്തതും. ഓരോ തവണയും നിങ്ങൾ ഓരോ കാരണം പറയുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ശരാശരി രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു മനുഷ്യന് മനസ്സിലാവില്ലേ നിങ്ങൾ അവരെ പറ്റിക്കുകയാണെന്ന്? ആ പാർട്ടി ആവട്ടെ ഒന്നും വാശി പിടിച്ച് വാങ്ങിക്കാൻ സന്നദ്ധതയുള്ള പാർട്ടിയല്ല. നിരന്തരം സന്ധിയാകൽ ഒരു രാഷ്ട്രീയ നയമായി സ്വീകരിച്ചു പോന്നിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നമുക്കറിയാം. അവരെവിടെയെങ്കിലും ദുശാഠ്യം പിടിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല. അപൂർവ അവസരങ്ങളിലല്ലോ സംഭവിച്ചാലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല, ലീഗിന് ഇപ്പോൾ കൊടുത്താൽ ഉണ്ടാവാവുന്ന സംഘപരിവാരം പ്രചരിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ നിങ്ങൾ നന്നായി ഭയപ്പെടുന്നു. സംഘപരിവാറിനോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ മതേതര ലൈനാണ് സ്വീകരിക്കുന്നത്, യാൻവാബി പള്ളി നിങ്ങളിനി പൊളിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊന്നും പറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശേഷിയില്ലാത്തൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയൊക്കെ സംഘപരിവാറിനെ തൊടാതെ സ്പർശിക്കാതെ പോകാം എന്ന ഒരുതരം വഴക്കത്തിൻ്റെ കളി കളിക്കുകയാണ്. അതല്ലേ ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല നിഷാദ്, ഞാൻ പറയട്ടെ, ഞാൻ അതാ പറഞ്ഞത് CPM-ൻ്റെ അജണ്ട നമ്മൾ ചർച്ചാ വിഷയമാക്കരുത്. നോക്കൂ, ഞാൻ പറഞ്ഞു വന്ന നിഷാദിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. NSS-നോടുള്ള CPM-ൻ്റെ നിലപാട്. NSS-ൻ്റെ മന്നത്ത് പത്മനാഭൻ നവോത്ഥാന നായകനാണ് എന്ന് പറയുകയും എഴുതുകയും ചെയ്ത CPM ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ എന്താണ്? നവോത്ഥാന പരിവേഷം മന്നത്ത് പത്മനാഭൻ നഷ്ടപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. ഇത് CPM-ൻ്റെ എന്ത് ലൈനാണിത്? എന്ത് രാഷ്ട്രീയമാണിത്? രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ CPM എന്താ ചെയ്തത്? RSPയിൽ നിന്നും കൊല്ലം തിരിച്ചു പിടിച്ചു, പൊന്നാനിയിൽ നിന്ന് CPI-യെ പുറത്താക്കി. അതുകൊണ്ട് CPI-യുടെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന റഹ്മത്തുള്ള CPI-യിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗ് ചേർന്നു. ഇതൊന്നും നമ്മൾ മറക്കരുത്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം, നിഷാദെ, ദേശീയ തലത്തിൽ ഇന്നത്തെ സംവിധാനം കണ്ടില്ലേ?
ഉത്തർപ്രദേശത്തെ സമാജ്വാദി പാർട്ടിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവ് കൂടെ ഒന്നിച്ച് ഒരു കൊടിക്കീഴിൽ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ് BJP-യെ. അവിടെ നിസ്സാരമല്ലല്ലോ ആ വെല്ലുവിളി. അവിടുത്തെ ജയം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു സംവിധാനം എന്ന് വെച്ചാൽ എന്താണ്? അത് CPM-ന് ഇഷ്ടപ്പെടുത്തില്ല. കാരണം എന്താണ്? CPM ഒരു സംസ്ഥാന ശക്തിയാണ്, കോൺഗ്രസ് ഒരു ദേശീയ ശക്തിയാണ്. നിങ്ങൾ വളരെ സ്പഷ്ടമായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയുന്നില്ല. നിങ്ങൾ BJP-യോട് ഫൈറ്റ് ചെയ്യുന്നു, തർക്കമില്ലാത്ത സംഗതിയാണ്. പക്ഷെ അവരോട് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെയൊക്കെ പ്ലീസ് ചെയ്തുകൊണ്ടാണ് എന്ന ക്വസ്റ്റ്യനാണ് അവിടെ ഉള്ള സംഗതി. അല്ല, ഇതിനകത്ത് അമീൻ ഹസൻ മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിന് തൃപ്തിയായല്ലോ. മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പിന്റെ തൃപ്തി എന്നാൽ ആ പാർട്ടിയുടെ തൃപ്തിയാണ്. അപ്പോൾ അധ്യായം അടയണം. ശരിയാണ്, അതിനകത്ത് നീതിയെ അനീതിയെക്കുറിച്ച് കാലങ്ങളായി ചോദിച്ചു കൊടുക്കാത്തതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ അനാലിസിസ് ഒക്കെ സാധ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നതിൽ ആ കക്ഷിക്കും അവരുടെ മുന്നണിയിലെ മദർ പാർട്ടിക്കും ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞു. അപ്പോൾ അധ്യായം അടയണം എന്നാണ് കോൺഗ്രസിന്റെ വാദം. അല്ല, ഇതിൽ എനിക്കൊരു തോന്നുന്ന ഒരു തമാശ എന്താന്ന് വെച്ചാൽ, രാമക്ഷേത്രം നിർമ്മിച്ച് തെരഞ്ഞെടുപ്പിന് പോകുന്ന സംഘപരിവാറിന് UP യിൽ അങ്ങനെയാണല്ലോ പറയുന്നത്, ഉത്തരേന്ത്യയിൽ എത്ര വോട്ടാണ് മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുത്താൽ കിട്ടുക? ഇത് സീറ്റ് കൊടുക്കാതിരിക്കാൻ, മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രചാരണം എന്നല്ലാതെ മുസ്ലിങ്ങൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് മുസ്ലിം പ്രീണന രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന ക്യാമ്പയിൻ നടത്തുകയും ആ ക്യാമ്പയിൻ ഭംഗിയായി വിജയിപ്പിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗിന് ഇവിടെ ഒരു സീറ്റ് കൊടുത്തതുകൊണ്ട് UP യിൽ എത്ര വോട്ട് കിട്ടുന്നതാണ്? ഇത് എന്ത് തരം പ്രചാരണമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. അത് വസ്തുതാപരമല്ല എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകുടിയോട് ഞാൻ ഒന്ന് രണ്ട് സംവാദത്തിന്റെ ഭാഗമായി രണ്ട് ചോദ്യം അല്ല ഞാൻ ശ്രീകുമാർ സാറിനോടാണ് ആ ഉത്തരം പറഞ്ഞത്. ഞാൻ ആനന്ദ് കൊച്ചുകുടിയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു സംവാദത്തിന്റെ ഭാഗമായി, ബഹുമാനപൂർവ്വം. ഒന്ന്, ആരാണ് ഈ പോളറൈസേഷൻ ബ്രേക്ക് ചെയ്യുക? കേരളത്തിൽ വ്യാപകമായി അഞ്ചാം മന്ത്രിയുടെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതല്ലാതെ തന്നെയും വലിയ തരത്തിലുള്ള ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനെ ബ്രേക്ക് ചെയ്യാൻ കോൺഗ്രസിന് കഴിവില്ല എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അവർക്ക് ആവശ്യമില്ല, അവരതിന് മുതലെടുക്കുകയാണ്. കോൺഗ്രസിലെ നേതാക്കൾ അവരുടെ താല്പര്യത്തിന് വേണ്ടി കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ അതിനെ മുതലെടുക്കുകയാണ്. ഇത് എന്നാണ് ഇവർ ബ്രേക്ക് ചെയ്യുക? ഇത് ബ്രേക്ക് ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ സെക്യുലർ സങ്കല്പത്തെ, സെക്യുലർ ഫാബ്രിക്കിനെ സ്ട്രെങ്തൻ ചെയ്യുക? അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയും രാഷ്ട്രീയ നിലപാടും നെറേറ്റീവുകളും സൃഷ്ടിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം എന്നല്ലേ നമ്മൾ കോൺഗ്രസിനോട് ആവശ്യപ്പെടേണ്ടത്? ഒന്നാമതായി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. രണ്ട്, ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാൽ കോൺഗ്രസിന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വോട്ട് വേണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് അല്ലാതെ, ഇന്ത്യ മുന്നണി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് BJP അധികാരത്തിൽ വന്ന സമയത്തുണ്ടായിരുന്ന പോലത്തെ തന്നെ MP-മാരുടെ നില മതി ഇനിയും ലോക്സഭയിൽ എന്നാണോ കോൺഗ്രസ് ആലോചിക്കുന്നത്? അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ പരമപ്രധാനമാണ്, അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഞങ്ങൾ ഒരു സീറ്റ് കൊടുക്കുന്നു, ഞങ്ങളുടെ മുസ്ലിം പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ കേരളത്തിൽ വോട്ട് കുറയോ? അതല്ലല്ലോ അതിന്റെ പ്രശ്നം. ഇത് കോൺഗ്രസിന് എത്ര ആ നിലക്ക് അവതരിപ്പിക്കാവുന്ന എത്ര മുസ്ലിം നേതാക്കളുണ്ട്? ഇത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ടാവാറുണ്ട്? ആരാണ് ആ മന്ത്രിമാർ? മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന എത്ര മന്ത്രിമാരുണ്ടാവാറുണ്ട്? മന്ത്രിസഭാ പ്രാതിനിധ്യം സംബന്ധിച്ച് കണക്കുകൾ പുറത്തു വന്നാൽ എന്താണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക? ഇത് വളരെ കൃത്യമായി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വിഭവ വിതരണത്തിൽ ഭരണകൂടങ്ങൾ കാണിക്കുന്ന വിവേചനം പോലെ തന്നെ. ഒന്നാമത്, ഇനി ശ്രീ ലാൽകുമാറിനോട് ഞാൻ ബഹുമാനപൂർവ്വം ഒന്ന് വിയോജിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലാൽകുമാർ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഇതാ മരുന്നിട്ട് കൊടുത്തു BJPക്ക്, യോഗി ആദിത്യനാഥിന് മരുന്നിട്ട് കൊടുത്തു എന്ന ക്യാമ്പയിൻ നടത്തിയത് ആരാ? ഇപ്പോൾ കേരള മന്ത്രിസഭയിലെ പ്രാതിനിധ്യത്തിന്റെ കണക്കെന്താ? 9 നായർ മുന്നാക്ക മന്ത്രിമാരുണ്ട്, 5 ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്, 2 മുസ്ലിം മന്ത്രിമാരാണ്. എന്താണ് കേരളത്തിൽ പ്രാതിനിധ്യമില്ലാത്തത്? കുഞ്ഞാലിക്കുട്ടി, ഹസൻ, അമീർ എന്ന ക്യാമ്പയിൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയപ്പോൾ ഈ പോളറൈസേഷന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? CPM നടത്തുന്നത് കാപ്പട്യമാണ്. ഈ തരത്തിൽ ഇത്തവണ മുസ്ലിം പോളറൈസേഷൻ നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ട് നേടണം എന്നതാണ് CPMന്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് പറയേണ്ട കോൺഗ്രസ് എന്താ പറയാത്തത് എന്നതാണ് ചോദ്യം. അതിന് എന്തെങ്കിലും പൊടിക്കൈകൾ പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ തയ്യാറാണ്. പ്രോജക്ടിനെ എതിർക്കും എന്ന് വിചാരിച്ചല്ലേ കോൺഗ്രസിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിനെ എതിർക്കാൻ ശേഷിയില്ലാതെ അതിനോട് വിധേയപ്പെടുന്ന സന്ധിയാവുന്ന കോൺഗ്രസിനെ പിന്നെ ആർക്ക് വേണം?
അല്ല, അത് ഒരു എന്താ പറയുന്ന ഒരു അസ്തിത്വ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് കോൺഗ്രസിന്റെ. ഇപ്പോ അതിനിപ്പോ എന്തെങ്കിലും ഉത്തരം ഞാൻ ഹസാഡ് ചെയ്യുന്നതിൽ കാര്യമുണ്ടാകില്ല. കാരണം ശ്രീ അമീൻ ഹസൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആ ഒരു നിലയിലേക്ക് ഉയരുന്നില്ല. നമ്മളൊക്കെ കോൺഗ്രസ് കുറച്ചുകൂടി നല്ല രീതിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം ഉണ്ടാകണം, കോൺഗ്രസ് BJPയെ കൃത്യമായി എതിർക്കണം എന്നൊക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. കോൺഗ്രസിന് അതിനുള്ള കഴിവോ അതിനുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാനുള്ള, ഇപ്പൊ കേരളത്തിൽ പോലും CPMനെ എതിർക്കാൻ കോൺഗ്രസിന് പല രീതിയിൽ കഴിയുന്നില്ല. CPM ആണ് എപ്പോഴും നറേറ്റീവ് ഉണ്ടാക്കുന്നതും അത് സ്കോർ ചെയ്യുന്നതും മാധ്യമങ്ങളിൽ അതിന് വലിയ രീതിയിൽ ഉള്ള ഇതൊക്കെ ഉണ്ടാക്കുന്നതും. പക്ഷേ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ അയോധ്യ വിഷയത്തിൽ അവർക്ക് കൃത്യമായ നിലപാടെടുക്കാൻ പറ്റിയില്ല. കശ്മീർ വിഷയത്തിൽ ആർട്ടിക്കിൾ 370 വിഷയത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ അന്ന് പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയ സമയത്ത് കൃത്യസമയത്ത് അതിനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. അയോധ്യ വിഷയത്തിലും അവസാനം ഒരു പത്രത്തിലൊരു റിപ്പോർട്ട് വന്നപ്പോൾ, അതായത് ഭാഗികമായി പണി കഴിച്ച മന്ദിരമാണ് അയോധ്യയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്ന വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് കോൺഗ്രസ് ആ ചടങ്ങ് തന്നെ ബഹിഷ്കരിക്കും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളിലും കോൺഗ്രസ്, ഇപ്പൊ കേരളത്തിൽ CPM കോൺഗ്രസിനെ എങ്ങനെയാണ് ഒരു മുസ്ലിം പ്രീണന പാർട്ടിയായിട്ട് ചില സമയങ്ങളിൽ ചിത്രീകരിക്കും, മറ്റ് സമയങ്ങളിൽ നേരെ തിരിച്ചും ചിത്രീകരിക്കും. നേരെ മറിച്ച് ദേശീയ തലത്തിൽ BJP കോൺഗ്രസിനെ ഒരു മുസ്ലിം പ്രീണന കക്ഷിയായിട്ടാണ് എപ്പോഴും ഏത് സമയത്തും അവരെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനായാലും സംസ്ഥാന നേതൃത്വത്തിനായാലും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കോൺഗ്രസ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ നിലയിലേക്ക് ഉയരണമെന്നാണ്. പക്ഷെ അതിന് കഴിയുന്നില്ല. അവർ എപ്പോഴും ഏത് പ്രശ്നത്തെ തങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മേജർ പ്രതിസന്ധിയായിട്ട് അവിടെ നിൽക്കുകയാണ്. എൻ്റെ സമയം ഒന്ന് കഴിഞ്ഞു പോയി. ലാൽകുമാർ, തങ്ങളുടെ ഒരു ഫൈനൽ ടേക്ക് എന്നാണ്. കുറെ ഈ മുസ്ലിം പ്രാതിനിധ്യ പ്രശ്നവും ഒപ്പം മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന പ്രശ്നത്തിലടക്കം താങ്കളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ പാനലിൽ. ലുക്ക്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗ് പറയുക CPIM എടുക്കുന്ന നയം ഹിന്ദു പ്രീണനമാണ്. BJPയോ അല്ലെങ്കിൽ സംഘപരിവാറുകൾ പറയുന്നത് CPM എടുക്കുന്നത് മുസ്ലിം പ്രീണനമാണ്. ഇത് ഇങ്ങനെയല്ല പോയിന്റ്. നമുക്ക് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിൽക്കുന്ന കാര്യമല്ല. ഇവിടെ ഇപ്പം മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് മുസ്ലിം ജനസാമാന്യവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം, ഒരു രാഷ്ട്രീയ പ്രശ്നം വരുന്നു. ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ അതിനകത്ത് കൃത്യമായ നിലപാടൊരു പാർട്ടി പറയുന്നു എന്നുള്ളതിനകത്താണ് പ്രാധാന്യം കിടക്കുന്നത് ഞാൻ കരുതുന്നത്. ഞാൻ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ വിമർശനം. ഇപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു കാര്യമുണ്ട്, മന്ത്രിമാർ എത്ര പേരുണ്ട്? ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ഇത് നമ്പേഴ്സ് എടുത്തിട്ടില്ല. ഇപ്പൊ ക്രിസ്ത്യൻ നമ്പേഴ്സ് കൂടുതലാണ്, മുസ്ലിം നായർ നമ്പേഴ്സ് കൂടുതലാന്ന് പറഞ്ഞു. അത് ഇപ്പൊ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ SNDP യോഗത്തിന്റെ വെള്ളാപ്പള്ളി നടേശന് പറയാം ഈഴവരുടെ എണ്ണം കുറവാണെന്ന് വേണേൽ പറയാം, CPM ഇന്ന്. അങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ അതിനകത്ത് ഇമ്പോർട്ടൻസ് കരുതുന്നില്ല. രാഷ്ട്രീയ നിലപാട് ഒരു വിഷയത്തിലുണ്ടോ? ഇപ്പൊ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നു. കോൺഗ്രസ് എന്താണ് രാഷ്ട്രീയ നിലപാട് പറഞ്ഞത്? അത് പ്രാധാന്യമായ ഒരു ചോദ്യമല്ലേ? അങ്ങനെ ഒരു വിഷയത്തിൽ CPMന് എന്താണ് നിലപാട്? കല്ലും കൊണ്ട് ഓടിയവരുടെ കൂട്ടത്തിലുള്ളതാണോ CPIM? ആണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറയാം. 19 പേരുണ്ടല്ലോ UDFൽ നിന്ന്. മുസ്ലിം ലീഗുകാരെ മാറ്റി നിർത്തുക. കോൺഗ്രസുകാർക്ക് ഒരാൾക്കെങ്കിലും രാമക്ഷേത്രം പണിതത് ഈ പറയുന്ന രീതിയിൽ തെറ്റാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നാഷണൽ മീഡിയയിലൊക്കെ പറയാനുള്ള ധൈര്യം അവർക്കുണ്ടോ? കേരളത്തിൽ വന്നിരുന്ന് മലയാളത്തിൽ പറയും. ഞാൻ പറഞ്ഞത് ഇപ്പൊ ജോൺ ബ്രിട്ടാസോ സീതാറാം യെച്ചൂരിയോ പറയുന്ന പോലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് NDTVയോടോ CNN IBNോടോ ഈ പറയുന്നത് തെറ്റാണ് എന്നിവർ പറയുവോ? ഒരു കേരളത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്സുകാരൻ, കേരളത്തിൽ നിന്ന് പോകുന്ന MP, അവിടെയാണ് ഇവർക്ക് പല വിഷയത്തിനകത്തും കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ ആകെ എടുക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ മതനിരപേക്ഷത എന്ന ആശയത്തോട് എന്തുമാത്രം അവർ ചേർന്ന് നിൽക്കുന്നുണ്ട്, സംഘപരിവാറിനോട് എന്തുമാത്രം അവർ ക്ലിയർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. എൻ്റെ സമയം ഒന്ന് കഴിഞ്ഞുപോയി, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്ക് യു ഷമീൻ ഹസൻ, ഒപ്പം തന്നെ ലാൽകുമാർ, ശ്രീകുമാർ, ആനന്ദ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പറഞ്ഞതിനുള്ള